ഹായ് ഫ്രണ്ട്സ്, മിസൈലുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ആകാശത്തേക്ക് കുതിച്ചു വരുന്ന റോക്കറ്റുകളാണ് അല്ലേ. എന്നാൽ എല്ലാ മിസൈലുകളും ഒരുപോലെയല്ല. യുദ്ധതന്ത്രങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും വഹിക്കുന്ന രണ്ട് വ്യത്യസ്ത ചുമതലകളാണ്. ഒന്ന് ആകാശത്തു നിന്ന് വീഴുന്ന ഇടിത്തിയാണെങ്കിൽ മറ്റൊന്ന് ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ച് പറന്നെത്തുന്ന നിശബ്ദനായ വേട്ടക്കാരനാണ്. എന്താണ് ഇവ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? നമുക്കൊന്ന് നോക്കിക്കാണാം. എല്ലാവർക്കും AK ടെക് ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നമുക്ക് ആദ്യം ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്ന് നോക്കാം. ആകാശത്തെ ഭീമന്മാരെന്നാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അറിയപ്പെടുന്നത്. ബാലിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫിസിക്സിലെ പ്രൊജക്റ്റൈൽ മോഷൻ എന്നാണ്. അതായത് ഒരു പന്ത് എറിയുന്നത് ഒരു നിശ്ചിത പാതയിലൂടെ ഇത് സഞ്ചരിച്ചു പോവുകയാണ്. അതായത് നമ്മളൊരു പന്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എറിയുന്ന സമയത്ത് നമ്മൾ അതിനൊരു ബലം കൊടുക്കുന്നുണ്ട്. ഈ പന്തൊരു കൃത്യമായ ഒരു പൊസിഷനിൽ പോയി വീഴുകയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഈ ബാലിസ്റ്റിക് മിസൈൽസിന് 3 ഘട്ടങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ബൂസ്റ്റ് ഫേസ് എന്ന് പറയും. നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ആ ഫേസിനെയാണ് ബൂസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. വിക്ഷേപണ സമയത്ത് വലിയ റോക്കറ്റുകൾ എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ട് ഇത് അന്തരീക്ഷത്തിന് പുറത്തേക്ക് കുതിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. മിസൈൽ ഇന്ധനത്തിൻ്റെ ഭൂരിഭാഗം ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം മിഡ് കോഴ്സ് ഫേസ് എന്നാണ് പറയുന്നത്. ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ മിസൈൽ ബഹിരാകാശത്തിലൂടെ ഒരു ആർക്ക് രൂപത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇവിടെ ഇതിന് എഞ്ചിന് കരുത്തൊന്നുമില്ല, മറിച്ച് കിട്ടിയ വേഗതയിൽ അങ്ങനെ മുന്നോട്ട് പോകുക തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഫേസാണ് അവസാനം ഭൂഗുരുത്വാകർഷണം മൂലം ഇത് അതിവേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു. സാധാരണയായിട്ട് ഇതിൻ്റെ വേഗത അതിഭയങ്കരമാണ്. സെക്കൻഡിൽ ഏകദേശം 7 കിലോമീറ്റർ വരെ വേഗത്തിൽ, അതായത് സൗണ്ടിൻ്റെ വേഗതയുടെ 20 ടൈംസൊക്കെ വരും, ഇത് താഴേക്ക് പതിക്കും. അതിനാൽ ഇതിനെ തടയാൻ ശത്രു രാജ്യങ്ങൾക്ക് കാര്യമായ സമയമൊന്നും കിട്ടാറില്ല. ഇന്ത്യയുടെ അഗ്നി 5 എന്ന് പറയുന്ന ഒരു മിസൈൽ ഇതിനൊരു ഉദാഹരണമാണ്. ഏതാണ്ട് 5000 കിലോമീറ്റർ മുകളിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണിത്. ഇൻ്റർ കോണ്ടിനെൻ്റ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയും. ബാലിസ്റ്റിക്കിൽ തന്നെ 2 കോണ്ടിനെൻറ്റിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈലാണ്. ഇനി നമുക്ക് ക്രൂയിസ് മിസൈൽ എന്താണെന്ന് നോക്കാം. ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതാണ് ക്രൂയിസ് മിസൈലിൻ്റെ വർക്കിംഗ് സ്റ്റൈല്. ഇതൊരു ഗൈഡഡ് മിസൈലാണ്. അതായത് യാത്രയിലുടനീളം ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിൻ്റെ സഞ്ചാര രീതി ഇങ്ങനെയാണ്. അന്തരീക്ഷത്തിന് പുറത്തേക്ക് സാധാരണയായിട്ട് ഇത് പോകാറില്ല, മറിച്ച് ഭൂമിക്ക് സമാന്തരമായി വളരെ താഴ്ന്ന ഉയരത്തിൽ, ഏതാണ്ട് ഒരു 50 മീറ്റർ മുതൽ 500 മീറ്റർ വരെ ഉയരത്തിലൊക്കെ ഇത് പറക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എൻജിൻ സാധാരണയായിട്ട് ഇതിനകത്ത് ജെറ്റ് എൻജിനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിക്ഷേപിച്ച് മുതൽ ലക്ഷ്യത്തിൽ ഇടിക്കുന്നത് വരെ ഇതിൻ്റെ എൻജിൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ കൃത്യത, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കൃത്യതയാണ്. GPS, ടെറൈൻ മാപ്പിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ശത്രുവിൻ്റെ ഒരു ചെറിയ മുറിയിലേക്ക് പോലും ഇതിന് ഇടിച്ച് കയറ്റാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത റഡാർ കണ്ണ് വെട്ടിക്കൽ. അതായത് ഭൂമിക്ക് തൊട്ട് മുകളിലൂടെ പറക്കുന്നതാണ്. ശത്രുവിൻ്റെ റഡാർ തരംഗങ്ങൾക്ക് ഇതിനെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ബ്രഹ്മോസ് ഇതിനൊരു ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ പ്രദേശം തകർക്കാനോ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ലക്ഷ്യം വെക്കാനോ സാധാരണയായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ശത്രുവിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രം കൃത്യമായി തകർക്കാൻ ക്രൂയിസ് മിസൈലുകളാണ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്ന് ലോകരാജ്യങ്ങൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വരെ വികസിപ്പിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. അപ്പം എന്താണ് ബാലിസ്റ്റിക് മിസൈൽ, എന്താണ് ക്രൂയിസ് മിസൈലുകൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. ബൈ ബൈ.